അച്ഛോ സന്തോഷിച്ചിട്ട് പെപ്പി വരിക്കാം പെപ്പി വരിക്കാം എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് അടുത്ത എങ്ങനെ പൊളിയാ കുഞ്ഞാണി എൻ്റെ ബാഗ് ഓൻ്റെ ബാഗ് എടുത്തോണ്ട അടിപൊളി 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 നല്ല സ്പേസ് ഒക്കെ ഉണ്ടല്ലേ ആ കുട്ടിയുടേതാ അടുത്തനക്ക് അത് അലമാര കൊടുത്തിട്ട് അതിൽ വെക്കാൻ ഒതുക്കി വെക്കണം അതപ്പോൾ അവിടെ തൽക്കാലം വെച്ചടാ ആ അപ്പോൾ തൽക്കാലം അത് ഇനി ഇൻഷാല്ല രാവിലെ നമുക്ക് അങ്ങോട്ട് ഒതുക്കി വെക്കാം ഇപ്പോൾ അത് ഒതുക്കാൻ നിങ്ങൾ സമയം എത്രയായി 12 മണിയാകാരായി ചുണ്ടേ ഐഷ കളിപ്പാട്ടം നിൽക്കണ്ട അപ്പോ ഇപ്പൊ രാത്രിയല്ലേ ഒരു മണിക്ക് 12 മണിക്ക് പോള കളി എവിടെ കാണാൻ എന്താ പൊട്ടിയത് അവിടെ വെച്ചാ ഇങ്ങനെ വെച്ചാലേക്കാ ഇവിടെ സ്ഥലമുണ്ടോ പേടിയോ ഞാൻ പറഞ്ഞേ ഇനിയിപ്പോൾ അതല്ലേ ബ്ലാങ്കറ്റ് നമുക്ക് വേണ്ടി വരും അത് 2-3 കുഞ്ഞിൻ്റെ എടുത്താൽ അല്ലെങ്കിൽ ഞാൻ കാര്യമില്ല ബാഗുകൾ മുട്ടിയോ അപ്പൊ അവിടെ പണി പൊത്തി പൊടിച്ച് കയറണ്ടേ ചിപ്പ് എടുക്കാം വെക്കട്ടെ
കൈകൊള്ള കത്തോളി സ്വത്ത് വേ ഉറങ്ങിക്ക കാക്കും താത്തൊക്കെ ഉറങ്ങി വേ ഉറങ്ങിക്കട്ടോ പുതിയ വീടായില്ലേ വേ ഉറങ്ങിക്ക ഉറങ്ങ വേ ഉറങ്ങ അങ്ങനെ എന്തായാലും രാവിലെ ആയിട്ടോ രാവിലെ ആയപ്പോൾ പാല് കാച്ചിട്ട് തന്നെ തുടങ്ങാൻ വിചാരിച്ചു. കാരണം എന്താണ് നമ്മളിപ്പോൾ ഒരു വീടായാൽ നമ്മളെ വീടായാലും സ്വന്തം വീടായാലും ആദ്യമായിട്ട് നമ്മളൊരു വീട്ടിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങുമ്പോൾ പാല് കാച്ചിട്ടാണ് തുടങ്ങുക സാധാരണ. അപ്പോൾ അതുപോലെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പാക്കറ്റ് പാലൊക്കെ കൊടുന്നിട്ടുള്ളത് അപ്പോൾ അത് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അതിന് തൊട്ടടുത്തിരിക്കുന്നത് മോരാണ്, പക്ഷെ നമ്മൾ പാക്കറ്റ് പാലാണ് കാച്ചാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കുമ്പോൾ അത് ആകെ പിരിഞ്ഞു വന്നു കേട്ടോ. ആകെ പിരിഞ്ഞിട്ട് ആകെ ഇതായി. പിന്നെ നമ്മൾ പാലൊന്നും കാച്ചാൻ നിന്നില്ല. പിന്നെ നമ്മളങ്ങനെ അതൊക്കെ കളഞ്ഞിട്ട് പിന്നെ സാധാ പോലെ തന്നെ ചായയും കടിയൊക്കെ ഇട്ടുണ്ടാക്കിയത്, കട്ടൻ ചായയും അതേപോലെ തന്നെ അപ്പമൊക്കെ ഇട്ടുണ്ടാക്കിയത്. എന്തായാലും ഇപ്പോൾ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. വേറൊന്നും നമുക്കിപ്പോൾ അതിൽ പറയാനില്ല. പിന്നെ സമാധാനം നമ്മളെ സ്വന്തമായിട്ടുള്ള വീട്ടിലാകുമ്പോഴാണെങ്കിൽ നമുക്കൊന്നുകൂടി ഒരു മനസ്സിക്ക് ഇതായിരുന്നു. പിന്നെ നമ്മൾ വാടക വീടാകൊണ്ട് അത്ര കണ്ട് കാര്യമാക്കിയില്ല. ഡേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എന്താ അറിയില്ല പിരിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി. അപ്പമാണ് കേട്ടോ. പിന്നെ ഉള്ളിയും കിഴങ്ങുമാണ് കറിയൊക്കെ വെച്ചത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത് കിച്ചണൊന്നുമല്ല കേട്ടോ, ഇവരിങ്ങനെ മുകളിൽ അങ്ങനെ താമസിക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനെ വാടക കൊടുത്താണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊരു ഹാള് പോലെയാണ്. നമ്മളിപ്പോൾ താൽക്കാലികത്തിനല്ലേ എന്ന് കരുതിയിട്ട് അവിടെ എന്താണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്തിട്ട്. പിന്നെ ഇവിടെയൊക്കെ റോട്ടിക്കൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താണ് കർട്ടനും ഇതൊക്കെ വെച്ചിട്ട്, കർട്ടനല്ലൊരു നെറ്റിൻ്റെ ഒരു ഷീറ്റ് പോലെ അതൊക്കെ അങ്ങനെ വെച്ചിട്ട് അവിടെയൊക്കെ മറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ അല്ലെങ്കിൽ റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമല്ലോ. പിന്നെ മാത്രമല്ല എന്താണ് നല്ല പൊടി, റോഡ് സൈഡ് ആവുകൊണ്ട് നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ മറിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് പിന്നെ നമ്മളവിടെ നിന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അധികമൊന്നും നിന്നിട്ടില്ല. ഏകദേശം ഒരു 10-20 ദിവസം, ഒരു മാസത്തോളം കൂടെ നിന്നത്. കാരണം ഒന്നാമത് ഇങ്ങനെയൊക്കെ പിന്നെ ഫാമിലിക്ക് അങ്ങനെ താമസിക്കാനുള്ളൊരു അവർ വാടക കൊടുത്തിരുന്നത് ഇതുവരെ ഇങ്ങനെ ജോലിക്കൊക്കെ പോണ ഈ ആണുങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഫാമിലിക്കാകുമ്പോൾ അവിടെ നമുക്കൊരു കുക്ക് ചെയ്യാനും ഇതിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ താൽക്കാലികം പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നപ്പോൾ ഒരു സ്ഥലം അങ്ങനെ നിന്നതാട്ടോ. എന്താ എന്താണ് കിട്ടി വേദനാളി ആർക്കും കൊടുക്കാതെ തിന്നട്ടാ. വലിയ കടി അടിച്ചേക്കാം മുട്ടായ്മ. എവിടെ കടിച്ചിട്ടില്ലല്ലോ, നേരെ കടിച്ചോ. കടിച്ചോ കടിച്ചു. കള്ളത്തി, ചെറിയാട്ടി കള്ളത്തിയാണ്. ഞങ്ങളെ കൊഞ്ചിനെ കണ്ടോളി ഐശ്വര്യ കൊഞ്ചിനെ കണ്ടോളി. ആര് തന്നത്? പോവാ
അച്ചൂസ് കോണിയാ. അങ്ങനെ നമ്മളെ ഇന്നൂസ് പിറ്റേ ദിവസം നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഓലെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്